ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റും ക്വിസ് മത്സരങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ വീഡിയോ 2025 നടക്കാൻ പോകുന്ന പരിസ്ഥിതി ദിന ക്വിസിൽ നിങ്ങളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കും എന്നതിൽ സംശയമില്ല. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. 2025 പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷമേത്? 1974 ജൂൺ 5. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷമേത്? 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മേധ പട്കർ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മസനോബു ഫുക്കുവോക്ക. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? റേച്ചൽ കഴ്സൺ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട്, എറണാകുളം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യ ഉദ്യാനം ഏത്? കുറിഞ്ഞിമല. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമേത്? കൊൽക്കത്ത. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1986. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏത്? തെന്മല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? ഇടുക്കി. ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യ ആശുപത്രി ഏത്? ചാരിറ്റി ബോർഡ് ഹോസ്പിറ്റൽ, ന്യൂഡൽഹി. ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയെ ശ്രദ്ധേയമാക്കിയത്? സിംഹവാലൻ കുരങ്ങ്. കേരളത്തിലെ കണ്ടൽക്കാടുകളെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യ ഗ്രന്ഥമേത്? ഹോർത്തൂസ് മലബാറിക്കസ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി, വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എന്ത്? കമ്മ്യൂണിറ്റി റിസർവുകൾ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. വനവിഭവങ്ങൾ സമാഹരിച്ചു വിതരണം ചെയ്യുന്നതിനുള്ള സംരംഭം ഏത്? വനശ്രീ. ചിപ്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? സുന്ദർലാൽ ബഹുഗുണ. കണ്ടൽക്കാടുകൾക്കിടയിലെ എന്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ്? കല്ലേൽ പൊക്കുടൻ. കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കല്ലേൽ പൊക്കുടൻ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം? പഞ്ചാബ്. ലോക ഭൗമദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 22. കേരളത്തിലെ ജൈവ ജില്ല ഏത്?
കാസർഗോഡ്. താപം, പ്രകാശം, മണ്ണ്, ജലം തുടങ്ങിയ ഘടകങ്ങൾക്ക് പറയുന്ന പേരെന്ത്? അജീവീയ ഘടകങ്ങൾ. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത്? വേപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം ഏത്? നാഗർജുന സാഗർ ടൈഗർ റിസർവ്. സമാധാനത്തിന്റെ പ്രതീകമായി കരുതുന്ന പക്ഷി ഏത്? പ്രാവ്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സണിന്റെ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. ചിന്നാർ സംരക്ഷണ മേഖല ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സംഘടന ഏതാണ്? UNEP. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഫെബ്രുവരി 2. ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്ന്? സെപ്റ്റംബർ 16. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ്? പെരിങ്ങളം, കോഴിക്കോട്. പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ പ്രസിദ്ധമാകുന്നത് എന്തിന്റെ പേരിലാണ്? കണ്ടൽ ചെടികൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ ഉള്ള സംസ്ഥാനം ഏത്? പശ്ചിമ ബംഗാൾ. ലോക വന ദിനം എന്നാണ്? മാർച്ച് 21. ലോക ജലദിനം എന്നാണ്? മാർച്ച് 22. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ അറിയുന്നവർ താഴെ കമന്റ് ചെയ്യുക. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏത്? അടുത്ത വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.